ഹലോ വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. എല്ലാവർക്കും താഷിൻസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് 7th സ്റ്റാൻഡേർഡ് കേരള സിലബസ് English textbook. The unit's name is, we all know, Nature's Plenty, and the first chapter is How Far is the River. And I'm not going to deal with all the exercise parts because most of the exercise parts in that chapter should be done by the students, and I'm going to discuss some of the important question and answers, and it will be helpful for you in the examinations. Before the session, if you are watching my channel for the first time, please do subscribe my channel. Yes, first question. വാട്ട് പ്രിവെൻറ്റഡ് ദി ബോയ് ഫ്രം സ്വീയിങ് ദ റിവർ? എന്തായിരുന്നു ആ ബോയ്ക്ക് ആ ഒരു റിവർ കാണുന്നതിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത്? യെസ്, ബോയുടെ വീട്ടിലിരിക്കുമ്പോൾ ഹി കാൺ സീ ദ റിവർ ബിക്കോസ് ഓഫ് ദി മൗണ്ടെയിൻ. ഒരു വലിയൊരു മൗണ്ടെയിൻ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സ്വീയിങ് ദ റിവർ? മൗണ്ടെയിൻ. ദ മൗണ്ടെയിൻ പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സ്വീയിങ് ദ റിവർ. And the second question is, what did the boy hear about the river from the villagers? Yes, even though he didn't saw the river, he heard many things or lots of things about the river from the villagers. Yes, ഗ്രാമവാസികളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആ റിവറിനെ കുറിച്ച്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു റിവറിനെ കുറിച്ച് ബോയ് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? Even though the boy didn't see the river, he knew it was there. അങ്ങനെ ഒരു റിവർ അവിടെ ഉണ്ട് എന്നറിയാം. ആൻഡ് ഓൾസോ ഫ്രം ദ വില്ലേജസ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. ഹി ഹേർഡ് അബൌട്ട് ദ ഫിഷസ് ആൻഡ് ഓൾസോ അബൌട്ട് ദ റോക്സ് ഇൻ ദ റിവർ. അതെ, ആ റിവറിലുണ്ടായിരുന്ന ഫിഷസിനെ കുറിച്ചും ചെറിയ ചെറിയ പാറക്കെട്ടുകളെ കുറിച്ചൊക്കെ ബോയ് നന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഹി ഹേർഡ് ഇറ്റ് ഫ്രം ദ വില്ലേജ് പീപ്പിൾ. ദി തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർഫൂട്ടഡ്? ബെയർഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ നഗ്നപാതനായിട്ട്, ചെരുപ്പില്ലാതെ നടക്കാൻ ആ ബോയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ഹി വാസ് ബെയർഫൂട്ടഡ് ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസസ്. അതായത് നഗ്നപാതനായിട്ട് നടക്കുന്ന സമയത്ത് പുല്ലുകളുടെ ആ ഒരു തണുപ്പും പിന്നെ കല്ലുകളിലുള്ള ആ ഒരു ചൂടും അതൊക്കെ നേരിട്ട് അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹി വാക്ക്ഡ് ബെയർഫൂട്ടഡ്. ആൻഡ് ദി ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? ഒരുപാട് കാലമായി ബോയ്ക്ക് ആ റിവർ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം അതിനുള്ള ഒരു ചാൻസ് ഒത്തുവന്നു. എങ്ങനെയായിരുന്നു ആ ചാൻസ് ഒത്തുവന്നിരുന്നത്? യെസ്, ഹിസ് പാരൻസ് വെയർ ഗോയിങ് ടു വിസിറ്റ് എ റിലേറ്റീവ്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു ബന്ധുവീട്ടിൽ പോകുന്ന സമയത്ത് കുട്ടി ഒറ്റക്കായിരുന്നു വീട്ടിൽ. ആ സമയത്താണ് കുട്ടി റിവർ കാണാൻ പോകുന്നത്. ആൻഡ് ദേ വോണ്ട് റിട്ടേൺ ടിൽ ഈവനിങ്. വൈകുന്നേരം വരെ അച്ഛനും അമ്മയും തിരിച്ചു വരില്ല എന്നൊരു ഉറപ്പ് കുട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഹി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ദ റിവർ. ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ്, ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ്ഡ് ദ ബോയ് ടു ഗോ ടു ദ റിവർ? യെസ്, ഈ ബോയ് നടന്ന് റിവറിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആദ്യം തന്നെ കണ്ടത് ആരെയാണ്? ഒരു വുഡ് കട്ടറിനെയാണ് അല്ലേ? ഒരു വുഡ് കട്ടറിനെയാണ് കണ്ടത്. അപ്പോൾ വുഡ് കട്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയും എത്ര ദൂരം താണ്ടണം, എത്ര ദൂരം ഞാൻ പോകണം റിവറിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി. അപ്പോൾ വുഡ് കട്ടറിൻ്റെ മറുപടി എന്തായിരുന്നു? ദ വുഡ് കട്ടർ ഡിഡിൻറ്റ് എൻകറേജ്ഡ് ഹിം. വുഡ് കട്ടർ അവനെ പ്രോത്സാഹിപ്പിച്ചോ എന്നാണ് ചോദിക്കുന്നത്. നോ, the woodcutter didn't encourage him because he told it is too far and will take time to reach the river. അതെ, ഒരുപാട് ദൂരം നടക്കാനുണ്ട്, അതുകൊണ്ട് എന്തായാലും നന്നേ ലേറ്റ് ആകും റിവറിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ. ആൻഡ് ഓൾസോ ഹി റിമൈൻഡഡ് ദ റോഡ് വാസ് നോട്ട് ഈസി. പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് വുഡ്കട്ടർ എല്ലാ രീതിയിലും അവനെ ഡിസ്കറേജ് ചെയ്യാനാണ് നോക്കിയത്, എൻകറേജ് ചെയ്യാൻ അല്ല. The sixth question is, was the boy a good walker? Pick out the sentences that justify your answer. Yes, the boy is a good walker. Even though the woodcutter told there are miles to walk, he told he was a good walker. woodcutterനോട് ബോയ് ചോദിച്ച സമയത്ത് വുഡ്കട്ടർ പറയുന്നത് ഒരുപാട് ദൂരം താണ്ടാനുണ്ട് എന്നാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ബോയ് അതിൽ നിന്ന് പിന്മാറുന്നില്ല അല്ലേ? സോ ഇറ്റ് സേസ് the boy is a good
walker. And sentences എന്ന് പറയുന്നത് the boy is telling that I am going to the river. വുഡ്കട്ടറിനോട് പറഞ്ഞ ഐ എം ഗോയിങ് ടു ദ റിവർ. അപ്പോൾ വുഡ്കട്ടർ ചോദിക്കുകയാണ് എലോൺ, ഒറ്റയ്ക്കാണോ പോകുന്നത്? അപ്പോൾ ദ ബോയ് ഈസ് റിപ്ലൈയിങ് ദാറ്റ് ഓഫ് കോഴ്സ്, അതെ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത്. ആൻഡ് ഓൾസോ ഹീ ഈസ് ടെല്ലിങ് ദാറ്റ് ഹീ ഈസ് എ ഗുഡ് വാക്കർ. Okay, and the seventh question is the hands spoke the language of their own. What does the expression mean? Yes, ഈ ബോയ് നടന്ന് നീങ്ങുന്ന സമയത്ത് പിന്നെ കാണുന്നത് ഒരു പെൺകുട്ടിയാണ് കാണുന്നത് അല്ലേ. ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ വളകൾ ഒരു ലാംഗ്വേജ്, അതായത് ഒരു ഭാഷ സംസാരിച്ചിരുന്നു എന്നാണ് നമ്മുടെ റൈറ്റർ എഴുതിയിട്ടുള്ളത്. ആൻഡ് ദ ബോയ് മെറ്റ് എ ഗേൾ വൈൽ ഹി വാസ് ഗോയിങ് ടു ദ റിവർ ആൻഡ് ദ സൗണ്ട്സ് ഓഫ് ദ ബാംഗിൾസ് ഷി വോർ ഫെൽറ്റ് വാസ് എ മ്യൂസിക് ഫോർ ദ ബോയ്. അതെ, ബോയ്ക്ക് ആ വളകൾ കിലുങ്ങുന്ന കേൾക്കുമ്പോൾ ഒരു മ്യൂസിക്, അതിനൊരു റിതമുണ്ട് എന്നാണ് ബോയ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആൻഡ് when she moves her hands he found it as another language. അത് മറ്റൊരു ഭാഷയായിട്ടാണ് ബോയ്ക്ക് തോന്നിയിട്ടുള്ളത്. Eighth question is identify the expression used by the author to describe the flow of water. വെള്ളത്തിൻ്റെ ഒഴുക്കിനെ റൈറ്റർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്? A trickle of water came from the hillside. Yes, he expressed the flow of water by saying a trickle of water came from the hillside. And the ninth question is, was the boy really thirsty? What made the boy thirsty? Yes, ഈ ഹിൽ സൈഡിലൂടെ വരുന്ന വെള്ളം കണ്ടിട്ട് ശരിക്കും നമ്മുടെ ബോയ് ദാഹിച്ചിട്ട് തന്നെയാണോ ആ വെള്ളം കുടിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് വെൻ ഹി സോ ദ വാട്ടർ ഫ്ലോയിങ് ദ ഹിൽ സൈഡ് ഹി സ്റ്റോപ്പ് ടു ഡ്രിങ്ക് ഇറ്റ്. അത് ഹിൽ സൈഡിലൂടെ വെള്ളം ഒഴുകി വരുന്നത് കണ്ടിട്ട് ബോയ് അവിടെ നിന്ന് വെള്ളം കുടിച്ചു. ഇറ്റ് വാസ് ബിക്കോസ് ഹി വാസ് തേഴ്സ്റ്റി. ഓഫ് കോഴ്സ് ഹി വാസ് തേഴ്സ്റ്റി, and but he made him more thirsty because of the freshness and sharpness of the water. അതെ, കുട്ടിക്ക് ദാഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ദാഹത്തെ കൂടുതൽ അധികരിപ്പിച്ചു. എന്തുകൊണ്ട്? ആ വെള്ളത്തിൻ്റെ ഫ്രഷ്നെസ്സും വെള്ളത്തിൻ്റെ ഷാർപ്നെസ്സും ഒക്കെ കൊണ്ട് അത്രയും ശുദ്ധമായ വെള്ളമായിരുന്നു. അപ്പോൾ ദാഹം കുറച്ചുകൂടി കൂട്ടി, എന്നിട്ട് വെള്ളം നന്നായി കുടിച്ചു. The 10th question is, why was the boy sure that he had covered half the way? Yes, ഒരു നിശ്ചിത സ്ഥലത്തെത്തിയപ്പോൾ ബോയ്ക്ക് തോന്നി ഞാൻ പകുതിയോളം ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു. അതെങ്ങനെയാണ് തോന്നിയത്? He was sure because the sun became too hotter. Yes, സൂര്യൻ നല്ല ചൂടായിരുന്നു. പിന്നെ the stone was scorching his feet. So we could say it was noontime, and also he was sure he walked over an hour. യെസ്, ബോയുടെ കാല് സൂര്യൻ്റെ ചൂട് കൊണ്ട് ഭയങ്കരമായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഹാഫ് ഡേ ആയിന്ന് അർത്ഥം. മീൻസ് നല്ല നൂൺ ടൈമാണ് ആ സമയമെന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഹാഫ് ഡിസ്റ്റൻസ് ബോയ് കവർ ചെയ്തു എന്ന് പറയാൻ സാധിക്കും. 11th question is, the boy unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. Yes, പോകുന്ന വഴിക്കൊരു വില്ലേജ് ബോയ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ബോയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പകുതി ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോയ് ഈസ് റിവീൽഡ് ഹിയർ. ബോയുടെ ഏത് ആറ്റിറ്റ്യൂഡാണ്? യെസ്, ഷെയറിങ് ആറ്റിറ്റ്യൂഡ് അല്ലേ. നമുക്ക് കയ്യിലുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പകുതി വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. വില്ലേജ് ബോയ് ആണെങ്കിൽ ജോലി ചെയ്ത് തളർന്നൊരവസ്ഥയിലാണെന്ന് ഈ ബോയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബോയ്ക്കും വിശക്കുന്നുണ്ടായിരുന്നു. വില്ലേജ് ബോയെ കണ്ടപ്പോഴും വിശക്കുന്നതായി തോന്നിയിട്ട് രണ്ടുപേരും കൂടി ആ ഒരു ബ്രെഡിൻ്റെ പകുതിയും കൂടി കഴിച്ചു. ആൻഡ് ഹാവ് യു എവർ ഷെയർഡ് യുവർ ഫുഡ് വിത്ത് ദ നീഡി? ഡിസ്ക്രൈബ് സച്ച് എക്സ്പീരിയൻസസ് ഇഫ് എനി. നിങ്ങളങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? വിശക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ആ ഒരു സമയത്ത്? ഉണ്ടെങ്കിൽ പ്ലീസ് ഡു റൈറ്റ് ദ ആൻസർ ബൈ യുവർ സെൽഫ്. ആൻഡ് ദി 12th question is, why did the boy feel discouraged? Why did the boy feel discouraged? Yes, he feel discouraged because first of all the village boy left him. അതെ, ഒരുപാട് ദൂരം ഈ വില്ലേജ് ബോയുടെ കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ നടന്നതുകൊണ്ട് ദൂരം പോയത് അറിഞ്ഞില്ല അല്ലേ. പെട്ടെന്ന്
ഒരു പോയിന്റിലെത്തിയ സമയത്ത് വില്ലേജ് ബോയ്ക്ക് വേറെ ഒരു ഭാഗത്തെ കൂടി പോകേണ്ടി വന്നു. സോ ആ ഒരു സമയം തൊട്ട് നമ്മുടെ ബോയ് ഫെൽറ്റ് വെരി മച്ച് ഡിസ്കറേജ്ഡ് ആൻഡ് വെരി മച്ച് ലോൺലി. സോ ഹി വാസ് ടയേർഡ് ബിക്കോസ് ആൻഡ് ഓൾസോ ഹി വാസ് ടയേർഡ്. അത്രയും ദൂരം നടന്നപ്പോൾ ഒരു ടയർഡ്നെസ്സും തോന്നിയില്ല. പക്ഷേ വില്ലേജ് ബോയെ കാണാത്ത ആ ഒരു ടൈം തൊട്ട് ഒറ്റയ്ക്ക് നടക്കുന്നത് കൊണ്ട് ഹി ഫെൽറ്റ് ലോൺലിനെസ് ആസ് മച്ച് ആസ് ഹി വാസ് ടയേർഡ്. ആൻഡ് ദി റിവർ വാസ് നോട്ട് ഇൻ സൈറ്റ്. അതെ, ഇത്രയും ദൂരം നടക്കുകയും ചെയ്തു, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, ബ്രെഡ് മുഴുവൻ കഴിച്ച് തീർക്കണ്ടായിരുന്നു എന്ന് ആ ഒരു സമയം ബോയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ടും നടന്നു, കുറേ ദൂരം നടന്നു. ബട്ട് ഹി ഫീൽ ടയേർഡ്. അങ്ങനെ എല്ലാം കൊണ്ടും ബോയ് വളരെ ഡിസ്കറേജ്ഡ് ആയിരുന്നു. യെസ്, ദെൻ ദി 13th question is the boy found the silence impressive but frightening. Why? യെസ്, ബോയ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജനവാസങ്ങളോ ഗ്രാമവാസികളോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയിൽ എത്തപ്പെട്ടു. ആ ഒരു സമയത്ത് ഭയങ്കരമായ സൈലൻസ് ഈ ബോയ്ക്ക് ഫീൽ ചെയ്തു. അത് എന്തുകൊണ്ടാണ്? സൈലൻസ് ഫീൽ ചെയ്യുക മാത്രമല്ല, അതൊരു ഭയാനകമായ ഒരു സൈലൻസ് ആയിട്ടാണ് ബോയ്ക്ക് തോന്നിയത്. അത് എന്തുകൊണ്ടാണ്? യെസ്, പ്രകൃതിയുടെ സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ നമ്മളിരിക്കുമ്പോഴൊരു സൈലൻസോ അല്ലെങ്കിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു വിജനമായ ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു സൈലൻസോ അല്ല. എങ്ങനെയുള്ള സൈലൻസാണ്? ഹി ഫെൽറ്റ് ഇറ്റ് വാസ് ദ സൈലൻസ് ഓർ ഇറ്റ് വാസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഓർ ദി സൈലൻസ് ഓഫ് ഗോഡ്. യെസ്, ഹി ഫ്രൈറ്റൻഡ് ദാറ്റ് സൈലൻസ്. ആ ഒരു സൈലൻസിനെ ഭയങ്കരമായിട്ട് നമ്മുടെ ബോയ് ഭയന്നിരുന്നു. ഒന്നാമത്തെ കാര്യം, ബോയ് ഒറ്റയ്ക്കായിരുന്നു അല്ലേ. പിന്നെ അതുവഴി അതിന് മുന്നേ കടന്നു പോയിട്ടുള്ള വുഡ് കട്ടറും ഒരു ഗേള്, വില്ലേജ് ബോയ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് റിവറിൻ്റെ അടുത്തേക്ക് അടുക്കും തോറും ജനങ്ങളെ കാണാതായി. പ്രകൃതിയും ആ ഒരു ബോയും മാത്രമായി തുടങ്ങി. അപ്പോഴായിരുന്നു ആ സൈലൻസിനെ ബോയ്ക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നിയത്. Then the 14th question is what broke the silent space? യെസ്, ആ ഒരു സൈലൻസ് ഇങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്തിട്ടൊരു സൗണ്ട് വന്നത്. ആ ഒരു സൗണ്ട് എന്തായിരുന്നു? ദ റോറിങ് സൗണ്ട് ഓഫ് ദ റിവർ ബ്രോക്ക് ദി സൈലൻസ് ഓഫ് ദി സ്പേസ്. യെസ്, റിവറിൻ്റെ സൗണ്ട് കേട്ട് തുടങ്ങി അല്ലേ. റിവർ ഒഴുകുന്ന ആ ഒരു ശബ്ദം കുട്ടി കേട്ട് തുടങ്ങി. ആ ഒരു നിമിഷം തൊട്ട് ദ സൈലൻസ് വാസ് ബ്രോക്കൺ. The 15th question is the boy slipped and stumbled but still he ran. Why? അതെ, ഈ റിവറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ബോയ് ഓടാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ബോയ് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ബോയ് പിന്നെയും ഓടുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും? യെസ്, റിവർ കാണുകയും ചെയ്തു. ഒരുപാട് നേരം നടന്നിട്ട് കണ്ട ഒരു റിസൾട്ടാണ് അല്ലേ. ഒരുപാട് ദൂരം താണ്ടി ഒറ്റയ്ക്ക് നടന്നു. പിന്നെ ഒരു കൂട്ടുകാരനെ കിട്ടി, കൂട്ടുകാരൻ്റെ കൂടെ നടന്നു. അപ്പോഴൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യമായിരുന്നു റിവർ കാണുക എന്നത്. സോ ഇൻ ഓർഡർ ടു റീച്ച് ദ റിവർ ഹി റാൻ. അപ്പോൾ പെട്ടെന്ന് റിവറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ റിവറിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഓടിയതാണ്. ആ ഒരു സമയം എവിടെയൊക്കെ തട്ടിത്തടഞ്ഞ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഹി ഡിഡൻ കെയർ ഓഫ് ദാറ്റ്. ഹിസ് ഇൻറ്റൻഷൻ വാസ് ടു ടച്ച് ദ റിവർ. ആ ഒരു വീഴ്ചയിലൊന്നും പതറാതെ ബോയ് ഓടിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവസാനം പോയി ആ റിവറിൽ ടച്ച് ചെയ്തു. ദി 16th question is identify the words to describe the water. അതെ, അവസാനം ബോയ് ആ റിവറിൽ ടച്ച് ചെയ്തു അല്ലേ. അതായിരുന്നു അവൻ്റെ ആഗ്രഹവും. നഗ്നപാതനായിട്ട് ആ റിവറിലൊന്ന് കാല് വെക്കണം. അപ്പോൾ അത് സാധിച്ചു. ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു റിവറിനെ എങ്ങനെയായിരുന്നു പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്? എങ്ങനെയുള്ള വെള്ളമായിരുന്നു ആ റിവറിലുണ്ടായിരുന്നത്? ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് വാസ് വണ്ടർഫുൾ. അതെ, നീലയും വെള്ളയും കലർന്ന ഒരു വെള്ളമായിരുന്നു അതിലുണ്ടായിരുന്നത് ആ റിവറിൽ. അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞ വെള്ളമായിരുന്നു. പിന്നെ ഇറ്റ് വാസ് വെരി മച്ച് wonderful. And the second question of 16th is the water in this river is clean and bright. Are your rivers the same? If not, why? Yes, ഈ കഥയിൽ പറഞ്ഞിരിക്കുന്ന റിവർ എന്ന് പറയുന്നത് ഫ്രഷ് ആയിരുന്നു, ഷാർപ്പായിരുന്നു,
ക്ലീൻ ആയിരുന്നു. നിങ്ങളുടെ ഏരിയയിൽ ഉള്ള റിവേഴ്സൊക്കെ ഇങ്ങനെയാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അതല്ലാത്തത്? യെസ്, നമ്മുടെ ഏരിയയിലുള്ള ഒട്ടുമിക്ക റിവേഴ്സും മലിനമാണ് അല്ലേ, പൊല്യൂട്ടഡാണ്. എന്തുകൊണ്ടാണ്? വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് നമ്മുടെ റിവേഴ്സിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റിവേഴ്സൊക്കെ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡാണ്. സോ please find such rivers in your areas and find it if they are clean or unclean. So this is all about the question answer sessions of this chapter, and do the exercises by yourselves and find out some slogans like that and fill those exercises in a neat manner and send it to your teacher. That's all about this video. If you find this video informative, please subscribe my channel. Thank you.